മലയാള സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി നടി ചാർമിള സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണോ എന്ന് ചോദിച്ചുവെന്നും നിർമ്മാതാവ് MP മോഹനും സുഹൃത്തുക്കളും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും നടി വെളിപ്പെടുത്തി. അർജുനൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയ്ക്കിടെ കൂട്ടബലാത്സംഗത്തിന് ശ്രമമുണ്ടായെന്നും നടി പറഞ്ഞു. ജിബിൻ JB വിവരങ്ങൾ അയച്ചത്. ജിബിൻ, ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് നടി വെളിപ്പെടുത്തുന്നത്? രതീഷ്, മലയാള സിനിമയിലെ ഒരു കാലത്ത് പ്രമുഖ നിർമ്മാതാവിനെതിരെയും അതുപോലെ തന്നെ സംവിധായകനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നടി ചാർമിള ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ അർജുനൻ പിള്ളയും 5 മക്കളും എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൊള്ളാച്ചിയിൽ വെച്ച ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടിൻ്റെ ചിത്രീകരണം ഉണ്ടായിരുന്നു. ഇതിനുശേഷം അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്ന സിനിമയുടെ പ്രൊഡ്യൂസറിനോട് അവിടെ നിന്ന് പോകുന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഈ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറിൻ്റെ മറ്റ് സഹായികളും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് നടിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവർ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ നടിയോട് ആ ഒരു സമയത്ത് നടിയോടൊപ്പം ഇവരുടെ അസിസ്റ്റൻറ്റും ഒരു പുരുഷ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഒരു വനിതാ അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. ഇതിൽ ഈ വനിതാ അസിസ്റ്റൻറ്റിനെയും ഈ നടിയെയും ഇവർ ഉടുത്തിരുന്ന വസ്ത്രം പോലും അവിടെ നിന്ന് ഈ വസ്ത്രം പോലും മാറ്റുന്നതിന് വേണ്ടി ഈ പ്രൊഡ്യൂസറും ഇവരെ കൂടെ ഉണ്ടായിരുന്ന സംഘവും ശ്രമിച്ചു എന്നാണ് ഈ നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ആരോപണം എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംവിധായകനായിട്ടുള്ള ഹരിഹരനെതിരെയാണ് ഇവർ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹരിഹരൻ്റെ ഇവരുടെ സുഹൃത്ത് വഴി, വിഷ്ണു എന്ന് പറയുന്ന ചാർമിളയുടെ സുഹൃത്ത് വഴി ഹരിഹരൻ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുമോ ഉള്ള കാര്യം തിരക്കിയിരുന്നു. അതിന് താൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പരിണയം എന്നുള്ള ഒരു സിനിമയിൽ നിന്ന് ചാർമിളയും അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിൻ്റെയും അവസരം നിഷേധിച്ചത് എന്നുമാണ് ഇപ്പോൾ നടി പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. നിരവധി ആളുകൾക്കെതിരായ വെളിപ്പെടുത്തലുകളാണ് വർഷങ്ങൾക്ക് ശേഷം നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. The thing is, Hema committee, I welcome it. Okay, because അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിറയെ നടിമാർ ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുക. എനിക്കും നേരത്തെ കുറെ പേരും ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ദേ ഹാവ് ടു ക്രോസ് ചെക്ക് വെദർ ദ കംപ്ലൈന്റ് ഇസ് ട്രൂ. കാരണം ഇവർ ഇങ്ങനെ കുറച്ച് പേരെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറച്ച് പേരോട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സിദ്ദിഖ് സർ, എടിവേല ബാബു സർ, മോഹൻലാലോട് 2 മൂവി ഞാൻ ചെയ്തു. റിയാസ് ഖാനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അവരോടൊപ്പം ഒന്നും തോന്നിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വി ആർ ജസ്റ്റ് ലൈക്ക് ഹൈ ഹലോ. ആൻഡ് മോഹൻലാൽ സർ ഇനി കൂടുതൽ ഫ്രണ്ട്ലിയാണ്. ഞാൻ ചെറിയ കൊച്ചായിരുന്നു. പക്ഷെ എനിക്കറിഞ്ഞിട്ട് ഈ കുറെ ലോ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ്, ഈ ദുബായിൽ നിന്ന് വന്ന ആൾമാര്, ഈ പുതിയതായിട്ട് വന്ന ഈ മാറാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് സത്യത്തിൽ. പക്ഷേ ആ സമയത്ത് വി ഡിഡ്ന്റ് ഹാവ് ഹേമ കമ്മിറ്റി. ഇഫ് വി ഡിഡ് ഹാവ് എ ഹേമ കമ്മിറ്റി ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ ഓൾസോ വുഡ് ഹാവ് കംപ്ലൈന്റ് ദ ഹേമ കമ്മിറ്റി. അർജുനൻ പിള്ളയും 5 മക്കളും എനിക്ക് അതാണ് സംഭവിച്ചത്. പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡ്യൂസേഴ്സും കൂടിയിട്ട് എന്നെ ആക്ച്വലി റേപ്പ് ചെയ്യാൻ നോക്കി പൊള്ളാച്ചിയില്. മോഹം മനസ്സിലുള്ളിൽ ആ സോങ് ഒക്കെ നമ്മൾ എടുത്തത് പൊള്ളാച്ചിയിലാണ്. ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെടുന്ന ദിവസം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ മാനേജർ പേര് ഷൺമുഖമണ്ണൻ. പക്ഷെ പുള്ളി ഇപ്പോൾ മരണപ്പെട്ടു പോയി. പ്രൊഡ്യൂസറും അവർ ആൾമാർ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പുറപ്പെടുമ്പോൾ നമ്മൾ ഒരു ഡീസെന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകല്ലോ, ഓക്കെ സാർ പുറപ്പെട്ടു എന്ന് പറയാൻ പോകില്ലേ. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റൻസ് 2 പേരും കൂടിയിട്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. അപ്പൊ അവരും ഒരു സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല. പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിനെ സാരി ഊരാൻ നോക്കി, എന്റെ മെയിൽ അസിസ്റ്റന്റ് അടിച്ചു, എന്റെ പുറകെ വന്നു. ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ച് കുറച്ച് ആട്ടോക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ട്. അപ്പൊ പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛന് മറ്റേ കലനീരുടെ ഫ്രണ്ടാണ്, ചീഫ് മിനിസ്റ്റർ. അപ്പൊ അവരെ അച്ഛൻ വിളിച്ചു മോൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം പോലീസുകാരുടെ വന്നു അവരെ അകത്താക്കി. പക്ഷെ തെറ്റൊരുകാരിയായിട്ട് ഞാൻ മാറി അവിടെ. ഇത് എനിക്ക് കുറെ മലയാളം മൂവീസ് നഷ്ടപ്പെട്ടത് കാരണം കുറെ പേര് എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ കുറവായത് എന്റെ പേയ്മെന്റും മൂവീസും ആയ ബിക്കോസ് ഓഫ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്. കൂടുതൽ തമിഴ്, തെലുഗു, മലയാളം, കന്നഡം 4 ലാംഗ്വേജിൽ ഞാൻ അഭിനയിച്ചു. ഇത് കൂടുതൽ ഉള്ളത് മലയാളത്തിൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് ആർ കമ്മിങ് ഫ്രം ദുബായ്. ഇവർ സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെൺപിള്ളേരെ വളയ്ക്കാണ്. ഇത് സ്റ്റോപ്പ് ആവണം. ഇതിനെ ഹേമ കമ്മിറ്റി ചെയ്യുന്നത് നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മറിച്ച് കഴിഞ്ഞാൽ മറ്റേ പൂരത്തിലെ വിഷ്ണു ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചു. അപ്പൊ ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത്. മറ്റേ ഹരിഹരൻ സാർ പരിണയം എന്നൊരു ചിത്രം എടുക്കാൻ പോവാ, ചാർമിള വന്ന് സാറിനെ പരിചയപ്പെടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നേരിട്ട് പോയിട്ട് സാറിനെ പരിചയപ്പെട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവര് വിഷ്ണു ചേട്ടനോട് ഇവർ ചോദിച്ചതാണ് ചാർമിള അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമോ. പിന്നെ ചേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വരില്ലാന്ന് പറഞ്ഞു. സോ അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ചെന്ന ശേഷം വിഷ്ണു ചേട്ടനെ വിളിച്ച് ചോദിച്ചതാ അവൾ വരുമോ, വന്നു കഴിഞ്ഞാൽ സിനിമ കൊടുക്കാം. അപ്പൊ ഞാൻ വന്നില്ല എന്ന് അറിഞ്ഞപ്പോ പുള്ളീനും ആ സിനിമ ക്യാൻസൽ ആക്കിയത് എന്തിനാ?
ജിബിൻ ജബി തുടർന്ന് ജിബിൻ അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ചെറിയ സിനിമകളിലും മറ്റു പ്രധാന സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ്. ഇപ്പോൾ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ അത് വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയുമാണ്. ഏത് തരത്തിലാണ് ഇതിനി നാളെ മുതൽ ചർച്ചയാകാൻ പോകുന്നത്, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാൻ പോകുന്നത്? രതീഷ്, ഏറ്റവും എടുത്തു പറയുന്നത്, അതായത് ഈ ചാരുമലയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്ന ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മലയാള ഭാഷ ഉൾപ്പെടെ 4ഓളം ഭാഷകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ചാരുമല അവരുടെ തിളങ്ങി നിന്ന ആ ഒരു സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ഏകദേശം 4ഓളം ഭാഷകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇത്തരത്തിലുള്ള ഈ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് മലയാള സിനിമയിൽ നിന്ന് മാത്രമാണ് എന്നാണ് ചാരുമല പറയുന്നത്. ഏകദേശം 28ഓളം പേരിൽ നിന്ന് ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ മോശമായിട്ടുള്ള രീതിയിൽ അവരോട് അപ്രോച്ച് ചെയ്തു എന്നുള്ള ഒരു കാര്യം ചാരുമല എടുത്തു പറയുന്നുണ്ട്. അതുമാത്രമല്ല, പല പ്രൊഡ്യൂസർമാരും, ആ ഒരു കാലത്തുണ്ടായിരുന്ന പല പ്രൊഡ്യൂസർമാരും ഈ ഒരു മനോഭാവം വെച്ചുകൊണ്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നത് എന്നും ചാരുമല കൂട്ടിച്ചേർക്കുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, നിലവിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. കാരണം അവർക്കൊരു മകനുണ്ട്, കുടുംബജീവിതമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഈ സിനിമാ സംവിധായകനായിട്ടുള്ള ഹരിഹരന് നേരെ ഈ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമാ സംവിധായകനായിട്ടുള്ള ഹരിഹരനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ തനിക്ക് ഈ കാര്യം അറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, ചാരുമല പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ആ സമയത്ത് ഇവരൊക്കെ തന്നെ ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ, വളരെ സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് ഹേമ കമ്മിറ്റി പോലെ ഒന്ന് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ താനായിരിക്കും ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് ഈ തരത്തിൽ അവർ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചുള്ള പരാതി നൽകുക എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, അർജുനൻ പിള്ളയും 5 മക്കളും എന്നുള്ള സിനിമയിൽ നിന്ന് ആ ഒരു സിനിമ ചിത്രീകരണ വേളയിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് ചാരുമല ഏറ്റവും കൂടുതൽ പറയുന്നത്. ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ആ ഒരു പാട്ട് ഒക്കെ തന്നെ ഷൂട്ട് ചെയ്തത് പൂർണ്ണമായി പൊള്ളാച്ചിയിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹോട്ടലിലായിരുന്നു താമസം. ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് ശേഷം പ്രൊഡ്യൂസറോട് താനും തൻ്റെ കൂടെയുള്ള 2 അസിസ്റ്റൻറ്റും അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഇവരുടെ ഈ റൂമിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്ന പ്രൊഡ്യൂസറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ കൂട്ടുകാരും ചെയ്തുകൊണ്ട് നടിയെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ അസിസ്റ്റന്റിനെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് ചാരുമല ആരോപിക്കുന്നത്.